ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പ്രമേഹ രോഗികൾക്ക് അവരുടെ ഷുഗർ കുറയ്ക്കാനും ഗുളികയും ഇൻസുലിനൊക്കെ കുറയ്ക്കാനും പിന്നെ കുറേ കഴിയുമ്പോൾ അത് നിർത്താനും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി വിഭവമാണ്. പ്രമേഹം വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ളൊരു വിഭവമാണ്. അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കാനും ഇത് നല്ലൊരു ഐറ്റമാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അതിന് വേണ്ട സാധനങ്ങൾ പരിചയപ്പെടുത്തി തരാം. ഇത് ചെറുപയർ മുളപ്പിച്ചത്, പിന്നെ കൊത്തമര അരിഞ്ഞത്, ഇത് തഴുതാമ അരിഞ്ഞത്, അല്പം തേങ്ങ, പിന്നെ ക്യാരറ്റ്, ഉപ്പ്, പിന്നെ ഇതാ ചാമ അരി അതും കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമുക്കൊരു ചട്ടിയിൽ ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ. എന്നിട്ട് ആ നെയ്യിലേക്ക് ഇത്രയും കൊത്തമര അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ അമര ഇങ്ങനെ ചേർത്ത് കൊടുത്ത് അത് ഒന്ന് ചൂടായി, നല്ലപോലെ ചൂടായി കഴിഞ്ഞിട്ട് എല്ലാ പച്ചക്കറികളും നമുക്കിതുപോലെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. എത്ര ആളുകൾക്ക് ഇതുപോലെ കഞ്ഞി ഉണ്ടാക്കണോ അതിനനുസരിച്ച് നമുക്ക് എടുക്കുന്ന സാധനങ്ങളിൽ വ്യത്യാസം വരുത്താം. അതുപോലെ ചെറുപയർ മുളപ്പിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ തഴുതാമ അരിഞ്ഞത്, തഴുതാമയില. പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് തഴുതാമയിലയ്ക്ക് പകരം മുരിങ്ങയിലയും ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ കർക്കിടകം ആയതുകൊണ്ടാണ് മുരിങ്ങയില ചേർക്കാതെ തഴുതാമ ഇല ചേർക്കുന്നത്. പിന്നെ ഏത് ചീരയുടെ ഇല വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പച്ചക്കറികളിലേക്ക് കഞ്ഞിക്ക് വേവാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് തുറക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുതിർത്തി കഴുകി വെച്ചിരിക്കുന്ന ചാമയരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ഉപ്പിടുന്നില്ല, കാരണം കഷ്ണങ്ങൾ വേവണമല്ലോ. അപ്പോൾ ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ അരിയും പച്ചക്കറികളും എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2-3 സ്പൂണ് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അടിപൊളി പ്രമേഹക്കഞ്ഞി റെഡിയായി. ഇത് ദിവസത്തിൽ ഒരു നേരം ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ചോറിൻ്റെ അളവ് കുറയും. അതുപോലെ തന്നെ പ്രമേഹം വളരെ പെട്ടെന്ന് കുറയും. പ്രമേഹം വരാതിരിക്കാൻ വളരെ നല്ലതാണ്. വണ്ണം കുറയ്ക്കാനും വളരെ നല്ലൊരു ഐറ്റമാണ് ഈ കഞ്ഞി. അപ്പോൾ കഞ്ഞി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വരാം. താങ്ക്